ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കത്തോരനാണ്. അപ്പം എല്ലാവർക്കും ഓൾമോസ്റ്റ് ആർക്കും ഇഷ്ടമല്ല ഈ പാവയ്ക്കത്തോരൻ. പാവയ്ക്കത്തോരൻ എന്ന് പറയുമ്പോൾ കയ്പെന്നൊരു ചിന്തയാണ് വരുന്നത്. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കത്തോരന് ഒട്ടും കയ്പുണ്ടാക്കിയില്ല. അപ്പം അതിനുവേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് മുട്ടയാണ്. അപ്പം നമുക്ക് നോക്കാം പാവയ്ക്കത്തോരൻ ഉണ്ടാക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ വേണം. അപ്പം നമുക്ക് നോക്കാം പാവയ്ക്കത്തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ഓക്കെ, ഞാൻ പാവയ്ക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്. 2 ചെറിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് പാവയ്ക്ക എടുക്കാം. പിന്നെ ഇതിനകത്ത് ഇടാൻ വേണ്ടി ഞാൻ പച്ചമുളക്, ചെറിയ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിലർ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, പകരം പച്ചമുളകാണ് ഇടുന്നത്. പിന്നെ കടുക് വറുക്കാൻ വേണ്ടി കൊച്ചുള്ളി, 2-3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കരിവേപ്പിലയുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇടാൻ വേണ്ട സവാള, ഒരു വലിയൊരു സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി 2 മുട്ട, നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. 1 മുട്ട ഉണ്ടെങ്കിൽ 1 മുട്ട ചേർക്കാം. അത് നമ്മുടെ വീട്ടിലെ വരുന്ന സാധനത്തിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതിയാവും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇവിടെ ആണെങ്കിൽ അരമുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അപ്പം തേങ്ങയൊക്കെ ചേർക്കുന്നതോറും, തേങ്ങ കൂടുതൽ ചേർക്കുന്നതോറും, മുട്ട കൂടുതൽ ചേർക്കുന്നതോറും നമുക്ക് ഈ പാവയ്ക്കയുടെ രുചി എന്ന് വെച്ചാൽ കൂടിക്കൊണ്ടേയിരിക്കും. പാവയ്ക്കയുടെ ആ കയ്പ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയത്. ഗ്യാസ് കത്തിച്ച് ഇനി നമ്മൾ പാൻ എടുത്ത് വെച്ച് കടുക് വറുക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. സാധാരണ തോരനാരും അങ്ങനെ കടുക് വറുക്കാറില്ല. എളുപ്പത്തിന് നമ്മൾ കടുകൊന്നും വറുക്കാതെ പെട്ടെന്ന് തോരൻ വെക്കുന്നവരാണ് കൂടുതൽ പേര്. അപ്പോൾ കടുക് വറുക്കുമ്പം ഏതൊരു കാര്യത്തിനും കടുക് വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, കടുക് വറുക്കാനായിട്ട് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളി, ചേർത്തു. പിച്ചി വെച്ചിരുന്ന കരിവേപ്പില ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിക്കണ്ട കേട്ടോ കടുകിനെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയൊരു ബ്രൗൺ കളർ വന്നാൽ മതിയാകും. ഇതിൻ്റെ അകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുകിനൊന്നും പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മുടെ കടുക് ഇതായി പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഉള്ളിയാണെങ്കിൽ ഒരു ബ്രൗൺ കളറും ആയിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക ഞാൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഈ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്കറിയാം, പേടിക്കണ്ട, അടിക്ക് പിടിക്കത്തൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതൊന്ന് വേവണം. കാരണം പാവയ്ക്കത്തിന് വേവുണ്ട്. ഇതൊന്ന് വേവാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ്, 3-4 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ആവിയിലിരുന്ന് വേവാൻ വേണ്ടി ഇതൊന്ന് അടച്ചു കൊടുക്കണം. പിന്നെ പാവയ്ക്ക ശരിക്കും പറഞ്ഞാൽ ചിലവർ എന്ത് ചെയ്യുന്നറിയാം, പാവയ്ക്ക നാടൻ പാവയ്ക്ക അല്ലെന്നുണ്ടെങ്കിൽ കയ്പ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കയ്പ് കുറയ്ക്കാനായിട്ട് ഉപ്പിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് പിഴിഞ്ഞിട്ട് പാവയ്ക്ക തോരനും ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കയ്പ് നല്ല കൂടുതലായതുകൊണ്ട് പിഴിഞ്ഞ് കഴിയുമ്പം കയ്പ് കുറയും. നമ്മൾ ചിന്തിക്കേണ്ട സത്തെല്ലാം പോയല്ലോ എന്ന്. പക്ഷെ ഒട്ടും കൂട്ടായിരിക്കുന്നതിൽ ഭേദം കുറച്ച് കയ്പ് കുറഞ്ഞിട്ട് കൂട്ടുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന പാവയ്ക്ക ഞാൻ ഉപ്പിട്ട് പിഴിഞ്ഞിട്ടില്ല. കാരണം നാടൻ പാവയ്ക്കയാണ്, കാണുമ്പോൾ അറിയാം അതിന് സ്വല്പം കയ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് പിഴിയേണ്ട കാര്യമില്ല, വേണമെങ്കിൽ പിഴിയാം. ഞാനിപ്പോൾ എന്തായാലും പിഴിഞ്ഞിട്ടില്ല. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് ആവിയിൽ വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കുമ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന എൻ്റെ ഒരു സവാള നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് 1 നുള്ളു ഉപ്പേ, നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ വരാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുട്ടയുണ്ട്. അപ്പം കുറച്ചും കൂടിയൊക്കെ ഉപ്പ് നമുക്ക് വേണം. കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യും. ഒരു നുള്ളി ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞ കളറായി പോവും. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇല്ലാതെയും നമുക്ക് വെക്കാം. ഒരു മഞ്ഞ കളർ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ 1 നുള്ളി മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. ഞാൻ സ്വല്പം ഇട്ടിട്ടുള്ളൂ. ഇതിന് മുട്ടയും എല്ലാം ചേരണമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ കളർ നന്നായിട്ട് കുറയും.
അപ്പം ഇതും നമ്മുടെ ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് വേവണം. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് അടച്ച് ഒരു 3-4 മിനിറ്റ് വെച്ചേക്കണം കേട്ടോ. നമുക്ക് ഈ സമയത്ത് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാം, ഇതിൻ്റെ കൂടെ നിൽക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ പാവയ്ക്കത്തോരൻ ഉള്ളിയും കൂടി ചേർന്ന് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ തേങ്ങ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരമുറി തേങ്ങ ആഡ് ചെയ്തു. കുറച്ച് നേരം ഇതിങ്ങനെ 2-3 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ ആവിയിൽ. ഓക്കെ, നമ്മുടെ 3-4 മിനിറ്റ് ആയി കഴിഞ്ഞ് നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വെന്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ഉള്ളിയൊക്കെ വഴണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതേപോലെ നീക്കി കൊടുത്തിട്ട് സെൻറ്ററിലോട്ട് മുട്ട കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ 2 മുട്ട എടുത്തേക്കുന്ന കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഒരു 1 ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്ക്. നമ്മൾ ചിക്കി തോത്തുന്നതിൻ്റെ കൂട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലായിടത്തും പറ്റണം നമ്മുടെ മുട്ട. അപ്പോൾ അതനുസരിച്ച് ഇളക്കി ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, ഗ്യാസ് കൂട്ടി വെക്കണ്ട ഇനി. കാരണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പം ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം ഇത് കറക്റ്റ് ആവും. മുട്ടയൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് റെഡിയാവും. കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ മുട്ടയൊക്കെ നല്ല വെന്ത് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല, ഇളക്കി കൊടുക്കണേ. കണ്ടോ, നമ്മുടെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ പാവയ്ക്കത്തോരൻ അത് ആരും പറയത്തില്ല. മുട്ടത്തോരൻ പോലെ ഇരിക്കുകയാണ്. കണ്ടോ, മുട്ടയെല്ലാം നമ്മുടെ കറക്റ്റ് പരുവായിട്ടുണ്ട്. വലിയ പീസൊക്കെ മുട്ട ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊത്തിയിട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇതുപോലെ. ഓക്കെ, നമ്മുടെ പാവയ്ക്കത്തോരൻ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പാവയ്ക്കത്തോരനും മുട്ട ഇട്ടിട്ടുള്ള പാവയ്ക്കത്തോരനും തമ്മിലുള്ള വ്യത്യാസം. ഇത് എന്തായാലും സ്വാഭാവികമായിട്ടും എല്ലാവരും കഴിക്കും, ഉറപ്പാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കൺ ഉണ്ട് അവിടെ തൊട്ട് താഴെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.